തന്നെ വിജയിപ്പിച്ചാൽ മഞ്ചേരിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് മഞ്ചേരിയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി VM മുസ്തഫ. മഞ്ചേരി മണ്ഡലത്തിന്റെ ഘടന മാറി, കൂടുതൽ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തു. ഇത് വലിയ പ്രതീക്ഷ നൽകുന്നു. തന്നെ പോലെയുള്ള യുവാക്കളെ പരിഗണിക്കുന്നതിൽ LDF മുൻപന്തിയിലാണെന്നും VM മുസ്തഫ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മഞ്ചേരിയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി VM മുസ്തഫ ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. മാത്രമല്ല മഞ്ചേരിയിലെ രാഷ്ട്രീയ ജീവകാരുണ്യ മേഖലയിലൊക്കെ നിറസാന്നിധ്യമായിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരരംഗത്ത് വരികയാണ്. എന്താണ് തോന്നുന്നത്? ഔദ്യോഗികമായി പേരൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വളരെ സന്തോഷമുള്ള നല്ല നിമിഷങ്ങളാണ്. എന്തായാലും LDFന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ മുസ്ലിം ലീഗിന്റെ വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലം കൂടിയാണ്. ഇവിടെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതെങ്ങനെയാണ് നോക്കി? പഴയ പോലെയല്ല, ഇപ്പോൾ മണ്ഡലത്തിന്റെ ഘടനയൊക്കെ മാറിയിട്ടുണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം തൃക്കലങ്കോട് പഞ്ചായത്ത്, പാണ്ടിക്കാട് പഞ്ചായത്ത്, എടപ്പറ്റ, കിയാറ്റൂര് പഞ്ചായത്തുകൾ കൂടി ചേർന്നപ്പോൾ ആർക്കും അത്ര അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റിയൊരു മണ്ഡലമൊന്നുമല്ല. നല്ലൊരു കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ LDFന്റെ സ്വന്തം എന്ന നിലയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് വീക്ഷണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ, LDFന്റെ പ്രവർത്തകരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് കൊടുക്കാൻ കൊണ്ട് സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. വലിയ പ്രതീക്ഷ, വിജയപ്രതീക്ഷ തന്നെ. തീർച്ചയായിട്ടും വിജയപ്രതീക്ഷ ഉണ്ട്. എന്റെ വോയിസ് കേൾക്കുന്ന എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ തീർച്ചയായിട്ടും എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഞ്ചേരിക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. ഈ നിലവിൽ ഇപ്പോൾ മഞ്ചേരിയിലെ മുസ്ലിം ലീഗാണ് MLA സ്ഥാനത്തുള്ളത്. അതിനെങ്ങനെയാണ് അദ്ദേഹം ഞാൻ അറിയുന്ന വ്യക്തി കൂടിയാണ്, ചെറുപ്പം മുതലേ കാണുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ UDFന്റെ അണികൾക്കിടയിൽ അത്ര പോരാന്നുള്ളൊരു ഒരു സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ അദ്ദേഹം വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റാരും വരികയാണെങ്കിൽ ആരാണെങ്കിലും അത് മറികടന്നുകൊണ്ട് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. ഈ സംഘടനാ രംഗത്ത് MSFിലൂടെയാണ് വരുന്നത്. മുസ്ലിം ലീഗിലും യൂത്ത് ലീഗൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്, സ്ത്രീ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ മാറി ഇങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ വോട്ടർമാർ അത് എങ്ങനെ കാണുന്നു? ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുതൽ തന്നെ MSFിലൂടെ വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരാളായതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ചില നീക്കങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ സ്വയം മാറി നിന്നതാണ്. അതുകൊണ്ട് തന്നെ 2016 ഞാൻ സ്വതന്ത്രമായിട്ട് ഇവിടെ മത്സരിച്ചു, നല്ലൊരു വോട്ട് ശതമാനം പിടിച്ചിട്ടുണ്ട്. അപ്പം LDF എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിൽ ഉണ്ടാവുകയും LDFനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ അതായത് യുവാക്കൾക്ക് അവസരം കൊടുക്കുന്നത്, അത് ഞാൻ തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥി അതിൻ്റെ ഒരു ഉദാഹരണമാണ്. വരുന്ന തലമുറക്ക് സ്ഥാനമാനങ്ങളും പിന്നെ MLA സീറ്റ് പോലുള്ള സീറ്റുകൾ കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്നതിലൊക്കെ LDF മുന്നിലാണ്. നമുക്കറിയാം UDFന്റെ ജനപ്രതിനിധികൾ എടുത്തു നോക്കിയാൽ പഴയ ആളുകൾ തന്നെ വീണ്ടും മത്സരരംഗത്തേക്ക് വരികയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ, അതിൽ നിന്ന് ഏറ്റവും നമുക്ക് മുൻപന്തിയിൽ കാണുന്നത് LDFന്റെ ഈ ഒരു പ്രവണതയാണ്. ഏതായാലും അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എതിർ സ്ഥാനാർത്ഥി ആരാണെങ്കിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ശുഭപ്രതീക്ഷ പങ്കുവെക്കുന്നുമുണ്ട്. ജംഷീർ കുടിഞ്ഞ്, മീഡിയ 1, മലപ്പുറം.